ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ടിപ്പാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ഒറ്റമൂലി തന്നെയാണ് നമ്മളുടെ ഹെയർ സിറം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂടില്ലാത്താളി എന്ന് പറയുന്ന ആ ഒരു ഇലയാണ് കേട്ടോ. പറമ്പുകളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം ഞാനിവിടെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിലെ പൊടിയും അഴുക്കുമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. ഈ ഒരു മൂടില്ലാത്താളി വെച്ച് കുറച്ചധികം ഔഷധ ഗുണമുള്ളൊരു സസ്യമാണ് ഈ മൂടില്ലാത്താളി എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇത് ഹെയറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്ന എന്താ പറയുക, തൊടികളിലൊക്കെ കാണുന്ന സമയത്ത് പറിച്ച് ഉണക്കി വെച്ചാലും നമുക്ക് ഇതേ രീതിയിൽ സൂക്ഷിക്കാം കേട്ടോ ഇതിൻ്റെ ഇലയെ. ഇനി നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഞാനിവിടെ ഒരു ചെറിയ തണ്ട് അലോവേര എടുക്കുന്നുണ്ട്. അലോവേര നമുക്ക് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 1 മണിക്കൂർ നേരത്തേന് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. അതിൻ്റെ കറയൊക്കെ നല്ല രീതിയിൽ പോയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ചധികം നേരം തന്നെ ഞാൻ നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് രണ്ടും കൂടി അങ്ങ് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുത്താൽ മതിയാകും. കണ്ടോ, ഇങ്ങനെ പിഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ഒരു ഈ ഒരു സിറമാണ് നമുക്ക് ഹെയറിൽ ഉപയോഗിക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താളി പോലെ തേക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം സിമ്പിളാണ് ഉണ്ടാക്കാൻ. വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു നാച്ചുറൽ ഹെയർ സിറമാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ചൊറിച്ചിലോ അലർജിയോ എന്തെങ്കിലും സ്കിൻ ഇറിറ്റേഷൻ വരുമോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈകളിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം മാത്രം നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുകാർക്ക് ചിലപ്പം അലർജി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കി വരുന്ന ആ ഒരു സത്തുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് കുപ്പികളിലാക്കി നമ്മളുടെ ഹെയറിൽ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. വാഷ് ചെയ്യുന്നതിന് മുമ്പും വാഷ് ചെയ്തതിന് ശേഷവും ഒക്കെ ഉപയോഗിക്കാം. നമ്മളുടെ തലയിൽ ഹെയർ സിറമൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.